യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തനം വേണ്ടാത്ത മേഖലകളിലേക്കൊക്കെ കടന്നു കയറുന്ന ഒരു കാലമാണ്. സ്വകാര്യത എന്നൊരു സാധനം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പല മാധ്യമപ്രവർത്തകരും മാറുന്നു എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഞാനിത് പറയാൻ കാരണം ഇന്ന് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ 108-ാം ഓർമ്മ ദിനമാണ്. പത്രപ്രവർത്തന രംഗത്തെ ധീരനായ പോരാളി എന്ന നിലയിലാണ് സ്വദേശാഭിമാനിയെ എല്ലാവരും ഓർമ്മിക്കുന്നത്. തൂലിക അക്ഷരാർത്ഥത്തിൽ പടവാളാക്കിയ പത്രപ്രവർത്തകനായ രാമകൃഷ്ണപിള്ള തിരുവിതാംകൂർ ദിവാനായ പി രാജഗോപാലാചാരിക്കെതിരെ നിശിതമായ വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ തിരുനെൽവേലിയിലേക്ക് നാട് കടത്തിയത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടാൻ ഭരണകൂടങ്ങൾ ശ്രമിക്കുന്ന കാലത്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പോലെയുള്ളവരുടെ ശബ്ദം ഇന്നും നമ്മുടെ നാട്ടിൽ ഉയർന്നു കേൾക്കുക തന്നെ ചെയ്യും. മാധ്യമപ്രവർത്തകരെ കേസിൽ കുരുക്കി ചൊൽപ്പടി നിർത്താൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും വർദ്ധിക്കുകയാണെന്ന് പൊതുവെ ആളുകൾ പറയാറുണ്ട്. ജനങ്ങളുടെ നാവായ മാധ്യമങ്ങൾക്ക് കടിഞ്ഞാണിടാൻ ശ്രമിക്കുമ്പോൾ ജനാധിപത്യം അപകടത്തിലാകുന്നു. കാര്യം ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണായിട്ടാണ് മാധ്യമങ്ങൾ അറിയപ്പെടുന്നത്. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യം അതിൻ്റെ അന്തഃസത്തയിൽ നിലനിൽക്കൂ എന്നുള്ളത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഈ ഓർമ്മ ദിനത്തിൽ നമുക്ക് ഓർമ്മിക്കാം. മാത്രവുമല്ല, അദ്ദേഹം ഒരു മാതൃകയാണ്, റോൾ മോഡലാണ് അദ്ദേഹം. അധികാരി വർഗത്തോട് അടരാടി തമിഴ്നാട്ടിലേക്ക് നാട് കടത്തപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മലയാളിയുടെ ശബ്ദമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സ്വദേശാഭിമാനിയുടെ ഈ ഓർമ്മ ദിനത്തിൽ കുറച്ചുകൂടി സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള മാധ്യമപ്രവർത്തനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.